ഹലോ മൈ ഡിയർ CBSE 10 ഫാമിലി മക്കളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് CBSE 10 സോഷ്യൽ സയൻസിൽ SSTയിൽ എന്തെങ്കിലും സിലബസിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ പേര് ഇങ്ങനെ റൂമേഴ്സ് പറയുന്നുണ്ടല്ലോ സാർ, ഈ പറഞ്ഞ 2025-26 നമ്മുടെ അക്കാഡമിക് ഇയറിൽ SSTയിൽ ഉണ്ടായ കുറേ മാറ്റങ്ങളെ പറ്റി കുറേ പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്തെങ്കിലും കാര്യമുണ്ടോ അതിൽ? ഒബ്വിയസ്ലി മക്കളെ, നമ്മളെ സിലബസിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. വാട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞ ജോഗ്രഫിയിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ചില ടോപ്പിക്സ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സർദാർ സരോവർ പ്രോജക്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യും, അത്രത്തോളേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു മാറ്റം നമ്മൾ SSTയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കാം. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് സാർ നമ്മളെ SSTയുടെ സിലബസ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിലീറ്റഡ് പോർഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒഴിവാക്കേണ്ട പ്രൊജക്ട് വർക്ക് എന്താണ്, ഇന്റർ ഡിസിപ്ലിനറി വർക്ക് എന്താണ് എന്നുള്ള കാര്യമൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിസ്റ്ററിയിൽ നിങ്ങൾ ആകെ കൂടി 3 ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ജെന്യൂൻ ആയിട്ട്, തറവായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഏതൊക്കെയാണ് സാർ ചാപ്റ്റർ? റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്, നാഷണലിസം ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ്. ഇത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എക്സ്ട്രാ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു സാധനമാണ് ഇത് മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിങ്ങൾ ഇത്രയും മാത്രം സബ് ടോപ്പിക്സ് 1 to 1.3 വരെ നിങ്ങൾ നോക്കിയാൽ മതി. എന്താ അതിൻ്റെ അർത്ഥം? ഇതേ ഉള്ളൂ. ആ ചാപ്റ്ററിൽ നിങ്ങൾ സബ് ടോപ്പിക്സ് ആയിട്ടുള്ള 1 മുതൽ 1.3 വരെയുള്ള ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതി. എവിടെ തൊട്ട് എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീ മോഡേൺ വേൾഡ് ടു കോൺക്വസ്റ്റ്, ഡിസീസ് ആൻഡ് ട്രേഡ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. ആ ചാപ്റ്ററിൽ വേറൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോഴും സാറ് പറയുകയാണ്, ഹിസ്റ്ററിയിൽ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട റൈസ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ പ്രിന്റ് കൾച്ചർ മാത്രം നോക്കിയാൽ മതി. ആ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് ടു ബി അസസ്ഡ് ആസ് എ പാർട്ട് ഓഫ് പീരിയോഡിക് അസസ്മെന്റ് ഓൺലി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സിലബസിൽ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ചോദിക്കില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. വെൻ ഇറ്റ് കംസ് ടു ജോഗ്രഫി, നമ്മുടെ ജോഗ്രഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ, വാട്ടർ റിസോഴ്സ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സ് ആയിക്കോട്ടെ, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, എല്ലാ ചാപ്റ്ററും ഉണ്ട്. പക്ഷേ ഒരു ചാപ്റ്റർ മാത്രം, ഏറ്റവും അവസാനത്തെ ലൈഫ് ലൈൻസ് ഓഫ് ഫിനാൻഷ്യൽ എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിങ്ങൾ മാപ്പിന് വേണ്ടി മാത്രം പഠിച്ചാൽ മതി. ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് മാപ്പ് മാത്രമേ ചോദിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു സാധനം ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോണില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പബ്ലിക് എക്സാമിന് അത് മാപ്പിൽ മാത്രമേ ചോദിക്കുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ തന്നെ 17+3 17+3 എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ആ 3 എന്ന് പറയുന്നത് മാപ്പിനുള്ള മാർക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെ കേസാണ്. പൊളിറ്റിക്കൽ സയൻസിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. 5 ചാപ്റ്റേഴ്സിലും യാതൊരു വിധ മാറ്റങ്ങളും ഇല്ല. ഓക്കെ, ഒരു തരത്തിലുള്ള ഡിലീറ്റഡ് പോർഷൻസും ഇല്ല, ഒരു തരത്തിലുള്ള പ്രൊജക്ട് വർക്കോ കാര്യങ്ങളൊന്നും ആ ചാപ്റ്റേഴ്സിൽ ഇല്ല. പൊളിറ്റിക്കൽ സയൻസിൽ 5 ചാപ്റ്ററും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. 5 ചാപ്റ്റർ നിങ്ങളോട് ചോദിച്ചിരിക്കും പരീക്ഷയ്ക്ക്, പബ്ലിക് എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ടത് എക്കണോമിക്സിന്റെ കേസിലാണ്. എക്കണോമിക്സിന്റെ കേസിൽ വരുമ്പോൾ നേരത്തെ നമ്മൾ ഹിസ്റ്ററിന്റെ കേസ് കണ്ടപോലെ പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി ഈ പറഞ്ഞുള്ള പ്രൊജക്ട് വർക്കായിട്ടും ഇന്റർ ഡിസിപ്ലിനറി വർക്കായിട്ടൊക്കെ കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ അറിയേണ്ടത് ഡെവലപ്മെന്റും സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി, മണി ആൻഡ് ക്രെഡിറ്റ് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ആ 3 ചാപ്റ്ററിനായിരിക്കും നല്ലോണം വെയിറ്റേജ് വരിക, നല്ലോണം മാർക്കിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ എന്താണ് ഗ്ലോബലൈസേഷൻ, അതേപോലെ തന്നെ ഗ്ലോബലൈസേഷന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ, ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഗ്ലോബലൈസേഷൻ എന്നുള്ള പോർഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അവസാനത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, കൺസ്യൂമർ റൈറ്റ്സ്, അഥവാ അത് പ്രൊജക്ട് വർക്കിനുള്ള കാര്യമാണ്. സിലബസിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് അത് ചോദിക്കാൻ പോണില്ല. ദാറ്റ്സ് ഓൺലി ഫോർ പ്രൊജക്ട് വർക്ക് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ഈ 2025-26 അക്കാഡമിക് ഇയറിലെ സോഷ്യൽ സയൻസിന്റെ കാര്യത്തിൽ ഹരിസാറും എക്സാമിനർ നിങ്ങൾ കൂടെ തന്നെയുണ്ട്. യാതൊരു വിധത്തിലുള്ള നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. താഴെ ഒരു നമ്പർ ഉണ്ടോ, 7509209021 എൻ്റെ മക്കൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് CBSE 10 നിങ്ങൾക്ക് ഈ ഒരു വർഷത്തേക്ക് കിഡ്ലോസ്കി ആയിട്ട് പഠിച്ച് എടുക്കാവുന്ന കാര്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയുണ്ട് ക്ലാസ്സുകളും കാര്യങ്ങളെന്ന് അറിയണമെങ്കിൽ തൊട്ട് നിങ്ങൾ സീനിയേഴ്സ് പഠിച്ചിട്ടുള്ള ലൈവും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പോയി കണ്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവരോട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി സജഷൻ എടുത്തോളൂ. എങ്ങനെയുണ്ട് എക്സാമിനറിൻ്റെ ക്ലാസ്സസ്, എങ്ങനെയുണ്ട് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സസ്, ഹരിസാറിൻ്റെ ക്ലാസ്സസ്, നിങ്ങൾ ചോദിച്ചോളൂ. എന്നിട്ട് അഭിപ്രായം അറിഞ്ഞിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നമ്പറിലേക്ക് ജോയിൻ ചെയ്തോളൂ. വെറുതായിരിക്കും സാറാ പറയണം. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ലേണിംഗ്. ഈ ഒരു വർഷം നമുക്ക് അടിപൊളിയായിട്ട് സോഷ്യൽ സയൻസ് സെറ്റാക്കി പഠിക്കാം. ഫുൾ A1 എന്നുള്ള സ്വപ്നത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ സോഷ്യൽ സയൻസിൽ അത് കുറയാൻ പാടില്ല. ഹരിസാർ അതിന് സമ്മതിയില്ല. നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ലക്ഷ്യ ബാച്ചിലേക്ക് പവർഫുൾ ആയിട്ട് നമുക്ക് പഠിക്കാം ഈ ഒരു വർഷത്തേക്ക്. ഹാപ്പി ലേണിംഗ്.